നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലോഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം സാധാരണ ഒരു ഇൻ്റർവ്യൂ പോലെയുള്ള ഒരു ഇൻ്റർവ്യൂ സെറ്റപ്പിലല്ല ഞാനിപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ അഷ്ടമുടി കായൽ തീരത്ത് ഒരു ഇൻ്റർവ്യൂ എടുക്കാനും കുറച്ചധികം ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുമായിട്ടാണ്. മറ്റൊന്നുമല്ല, ഇപ്പോൾ തിയേറ്റേഴ്സിൽ സക്സസ്ഫുള്ളി പൊന്മാൻ എന്ന സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജ്യോതിഷേട്ടൻ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. സിനിമയിലുള്ള റിയൽ ക്യാരക്ടേഴ്സിന് റിയൽ ലൈഫിൽ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജ്യോതിഷേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. ജ്യോതിഷേട്ടാ, ഹലോ. ഹായ്. ആദ്യം തന്നെ ഒരു ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ പൊന്മാൻ കണ്ടിരുന്നു, ഗംഭീര സിനിമ. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അറിയിക്കണം. അതെ, എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പൊന്മാൻ ഉടനെ തന്നെ കാണാം, ഗംഭീര സിനിമയാണ്. അപ്പം ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞേ, ജ്യോതിഷേട്ടൻ നമ്മൾ സ്ക്രീനിൽ കണ്ട കുറച്ച് ക്യാരക്ടേഴ്സിനെ റിയൽ ലൈഫിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ 4 ചെറുപ്പക്കാർ എന്ന് പറയുന്ന കഥ ഞങ്ങളുടെ ജീവിതമാണല്ലോ ഈ സിനിമ പൊന്മാൻ. അപ്പോൾ 4 ചെറുപ്പക്കാരെന്ന് പറയുന്ന ആൾക്കാരുടെ കഥ ജി.ആർ. എഴുതിയ പുസ്തകം ഞങ്ങൾ പൊന്മാനാക്കിയിരിക്കുകയാണ്. അതെല്ലാവരും കണ്ടു. ആ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചേക്കുന്നത്. ഒറിജിനൽ ആൾക്കാരെ അവിടെ ഉണ്ട്. അജേഷ് ഇല്ല. അജേഷ് എന്ന് പറഞ്ഞാൽ ആളെ തപ്പിയാണല്ലോ ഇപ്പൊ നമ്മൾ നടക്കുന്നത്. നമ്മുടെ ബേസിലാണല്ലോ പി അജേഷ് ചെയ്തത്. ബേസിൽ വിളിക്കുന്നു, ഞങ്ങൾ വിളിക്കുന്നു, എല്ലാരും വിളിക്കുന്നു. അജേഷ് എവിടെ ഉണ്ട്? വരൂ. എവിടെ അജേഷ്? നമുക്ക് ബാക്കിയുള്ളവരെ പോയി കാണാം. തീർച്ചയായും കാണാം. തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൊന്മാനിലുള്ള യഥാർത്ഥ ആൾക്കാരെ, ആ ഒരു 4-5 ചെറുപ്പക്കാരെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ജ്യോതിഷേട്ടൻ എന്നെ വിളിച്ചിട്ട് വന്നത്. അപ്പം റൈറ്ററായിട്ടുള്ള ജി.ആർ. ഇന്ദുഗോപൻ സാർ ഉണ്ട്. നമസ്കാരം. രാജേഷ് ശർമ്മ അല്ലേ? രാജേഷേട്ടാ നമസ്കാരം. അപ്പോൾ ഈ 2 പേരെ എനിക്ക് പരിചയമുണ്ട്. ബാക്കിയുള്ളവരെ ജ്യോതിഷേട്ടൻ ഒന്ന് പരിചയപ്പെടുത്തി. തീർച്ചയായും. അതായത് ഞങ്ങൾ 4 ചെറുപ്പക്കാരൻ ഇത്രയല്ല, ഇനിയൊക്കെ ഒരു പറ്റമുണ്ട്. അതിപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാർ ഞങ്ങളുടെയൊക്കെ കൗമാര കാലത്ത് ഞങ്ങൾ അനുഭവിച്ച ദാരിദ്ര്യവും ഞങ്ങളുടെ വിഷമങ്ങളും ഞങ്ങളുടെ കഷ്ടപ്പാടുകളുമാണ് ആ അനുഭവത്തിൽ നിന്നാണ് ഇന്ദു ചേട്ടൻ 4 ചെറുപ്പക്കാർ എന്നുള്ള പുസ്തകം എഴുതുന്നത്. അതിൽ നിന്നാണ് നമ്മൾ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എത്തുന്നത്. അതിപ്പം ഈ ഇത്രയും നമുക്ക് എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒരു അവസ്ഥയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത്. പ്രതീക്ഷയുണ്ടോ? ഹിറ്റാൻ വേണ്ടി തന്നെയാണല്ലോ ചെയ്തത്. അപ്പോൾ അത് ദൈവം അനുഗ്രഹിച്ചും ആസ്വാദനം അനുഭവിച്ചും അത് ഇങ്ങനെ ഇത്രയും ഇതായി നിൽക്കുമ്പോൾ ഈ കഥയുണ്ടായ ഇവർ എല്ലാവരും അറിയണം. ഇവരുടെ കഥയായിരുന്നു, ഞങ്ങളുടെ കഥയായിരുന്നു. ഒരു കഥയില്ലാത്തൊരു കാലത്ത് നമ്മളുണ്ടായ നമ്മുടെ അവസ്ഥകൾ അതൊരു കഥയായി, അതൊരു സിനിമയായി, അത് പൊന്മാനായി ഹിറ്റായപ്പം ഞങ്ങൾക്കുണ്ടായ സന്തോഷം. ഇതിലെ ശർമ്മ, നമ്മുടെ ഇതിലെ മർക്കേണ്ട ശർമ്മ എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ അജയ് ശർമ്മയാണ്. ഈ പുള്ളി അതിൽ നമ്മുടെ ഈ സിനിമയിൽ പുള്ളി പള്ളിയിലച്ഛൻ്റെ വേഷം ചെയ്യുന്നു. ഇത് ഷെൻലെ, ഇദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ്. പുള്ളി ഇപ്പോൾ പുള്ളി ചിത്രകാരനാണ്. അതിനുപരി പുള്ളി ഒരു ആർട്ട് കഫേയൊക്കെ നടത്തി വളരെ സജീവമായി കലയ്ക്ക് വേണ്ടി റിയലിസ്റ്റിക് കല, അതായത് കണ്ടംപററി ആയിട്ടുള്ള കലകൾ, ബിനാലെ പോലുള്ള പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണ് ഷെൻലെ. ഇത് ഉണ്ണിയണ്ണൻ സ്കൂൾ ഡ്രാമ പ്രൊഡക്റ്റാണ്. വർഷങ്ങളായിട്ട് നാടക പ്രവർത്തകനായിട്ട് നിൽക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, പെൻഷൻ പറ്റി ഇപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നാടകങ്ങൾ ചെയ്യുന്ന വളരെ സീരിയസ് ആയിട്ട് കലയെ കാണുന്ന ഒരു മനുഷ്യനാണ് ഉണ്ണിയണ്ണൻ. അത് സുവർണൻ നമ്മുടെ സിനിമയിൽ സഹാവായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്താ പേരെന്തായിരുന്നു? ഒരു വേഷം, ഒറ്റ സീനേ ഉള്ളൂ അദ്ദേഹം അതിനകത്ത്. ഭ്രൂണ വരുമ്പോൾ ഇറങ്ങി വാന്ന് പറയുന്ന അദ്ദേഹമാണ്. പുള്ളി ഒരു ബാങ്ക് ജീവനക്കാരനാണ് പരവൂരിൽ. അപ്പൊ അങ്ങനെ ബാക്കി ഒരു പറ്റം ആൾക്കാർ അപ്പുറം ഇപ്പറേ ഉണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോൾ അവരിലേക്ക് കൂടെ വരാം. ടൈറ്റിലിന് വേണ്ടി മാത്രം 4-5 ചെറുപ്പക്കാർ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ശരിക്കും ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥയാണ്. എനിക്ക് ഞാനിവിടെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് വന്ന അജേഷിനോടെ കാണാൻ പറ്റുമോ? എനിക്ക് ഇല്ല, അജേഷിനെ കണ്ടുപിടിക്കണം. അതാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒരവിടെ ഉണ്ട്, കൊല്ലത്ത് എവിടെയോ ഉണ്ട്, ഈ തീരപ്രദേശത്ത് എവിടെയോ ഉണ്ട്. എനിക്ക് കാണാൻ പറ്റുമോ? അല്ല, കാണാൻ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് അന്ന് നഷ്ടപ്പെട്ട, ഈ സിനിമയ്ക്ക് നഷ്ടപ്പെട്ട ആ സ്വർണം ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് നിങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു. അന്ന് എത്രയാണ് അന്ന് അദ്ദേഹത്തിന് അന്ന് നഷ്ടപ്പെട്ടു. അത് ഈ കഥയെന്ന് പറഞ്ഞാല് ഞങ്ങളെല്ലാരും കൂടെ ലോഡ്ജിൽ താമസിച്ച കാലം, ഈ പറഞ്ഞ കൗമാരകാലം ചെലവഴിച്ച സ്ഥലമാണ്. എന്റെ നാട് കുട്ടനാടാണ്, ഇവരെല്ലാം കൊല്ലംകാരാണ്. അപ്പൊ ഇവിടെ വന്ന് കൂടിയ ആളാണ് ഞാൻ. അപ്പം ഞങ്ങളെല്ലാം അവിടെ ഇങ്ങനെ പോയ ഒരു കല്യാണ വീട്ടിൽ പോയപ്പോൾ അവിടെ ഈ പൊന്നു ഒരു പെണ്ണിന്റെ കല്യാണം നടത്താൻ വേണ്ടി കുറച്ച് പെണ്ണു വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയ ഒരാളാണ് അജേഷ്. അവിടെ ചെല്ലുന്നു. അന്ന് അയാളുടെ പേര് അജേഷ് ആണോ സംശയം, അറിയത്തില്ല, വേറെ
ചേട്ടന്റെ പേരാണ് അജേഷ്. പേരാണ് അതെ. ഈ ആള് പെണ്ണു കൊടുത്തു, ആ കല്യാണം കഴിഞ്ഞ് പുറത്ത് കണക്ക് ഫസ്റ്റ് നൈറ്റ് കാവലൊക്കെ ഇരിക്കുക. ഞാൻ കള്ള കുടിച്ച് ഇയാള് ചെട്ടിപ്പുറത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാം കണ്ടു. അവിടെ ഒരു അലർച്ചയുണ്ടായി, അമ്മയുടെ കരച്ചിലായിരുന്നു. അപ്പൊ അലർച്ചയുണ്ടായി ചെന്ന് നോക്കുമ്പോ എന്താ പൊന്നും കൊണ്ട് പെണ്ണുപോയി, ചെറുക്കനും പോയി. അപ്പൊ ഇയാള് പെട്ടു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് മുങ്ങി. അവിടം വരെ ഉള്ളു റിയൽ അനുഭവം. പിന്നെ പണി നമുക്കായിരുന്നു. പിന്നെ പണി ഇവരവിടുന്ന് മുങ്ങി, അതവിടെ എവിടെയോ പറഞ്ഞു വെച്ചു. അപ്പൊ ശരിക്കും സ്വർണ്ണം നഷ്ടായി. ആ പയ്യനെ അതാ ഞാനത് ആലോചിച്ചത്. ഇവര് കിട്ടിയ വഴിക്ക് മുങ്ങുമല്ലോ. നമ്മൾ എഴുത്തുകാരനാണ്. അപ്പൊ ഞാനല്ലേ ആ പാവപ്പെട്ട ചെറുക്കൻ അത് കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും പോയി, അവ എന്തെല്ലാം വേദനകളായിരിക്കും അനുഭവിച്ചത് എന്നുള്ള സ്ഥലത്തു നിന്നാണ് തുടങ്ങി. എന്നിട്ട് ഞാനൊരു പേരിട്ടു അയക്ക്, അജേഷ്. PP അജേഷ്. PP എന്ന് വെച്ചാൽ പിടിവാശി എന്നുള്ളതാ. പിടിവാശിയാണ് പുള്ളിയുടെ. പിടിച്ച പിടിയാ. അങ്ങനെ പോയ ഒരു മനുഷ്യന്റെ കഥയിലാണ് ഇത് ചെയ്തത്. അപ്പൊ അയാൾ എവിടെയോ ഉണ്ട്. പുള്ളിക്ക് നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടിയോ, ഈ പെൺകുട്ടി തിരിച്ചു കൊടുത്തോ, ഇയാളുടെ സ്ഥലത്ത് ചെന്നിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ സങ്കല്പിച്ചതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന പൊന്മാൻ. അപ്പൊ ആ പയ്യൻ എവിടെ ഉണ്ട് എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഇപ്പം ചോദിക്കുന്നത്. അപ്പോഴാണ് ഇതിന്റെ പ്രൊഡക്ഷനിലുള്ള ആൾക്കാരും പിന്നെ നമ്മുടെ ഹീറോയും എല്ലാവരും കൂടെ വെച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ അന്ന് നഷ്ടപ്പെട്ട പൈസ, അന്നത്തെ പൈസക്ക് എത്ര രൂപയാണ്, എപ്പം വന്നാലും നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ ചെയ്തിട്ട് അജേഷ് നീ എവിടെ എന്നുള്ള ചോദ്യം. സിനിമ വിജയിച്ച സാഹചര്യത്തിൽ ഇവർക്കിപ്പം കൊടുക്കാനുള്ളൊരു പാങ്ങുണ്ട്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ അനൗൺസ് ചെയ്യുന്നത്. അജേഷ് ഇത് എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായി മുമ്പോട്ട് വരിക. വർഷങ്ങൾക്ക് ഇപ്പുറം അല്ലെ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനുള്ള അവസരമുണ്ട്. അപ്പം ജോഷേട്ടാ, ഫസ്റ്റ് ഓഫ് ഓൾ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. നമ്മളൊരു ആർട്ട് ഡയറക്ടർ എന്ന നിലയിൽ ഞെട്ടിച്ച ആളാണ്, ഇപ്പൊ ഡയറക്ടർ എന്ന നിലയിൽ അതിലുപരി നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. 2 തവണ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു സിനിമ ഒരു ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്. എന്തായിരുന്നു ഒരു ഇനിഷ്യൽ ഫീലിംഗ്? എൻ്റെ പടം ഓണാകാൻ പോവുകയാണ് എന്നുള്ളൊരു സമയത്ത്? അല്ല, അത് ഇന്നലെയും തുടങ്ങിയതല്ലോ, 8 കൊല്ലമായി. 8 വർഷമായി. അപ്പം നമ്മൾ ഈ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട് വന്ന് ചാടിയത് കലാസംവിധാനത്തിലാണ്. അപ്പോൾ അതിൽ ചെയ്തോണ്ടിയ സമയത്ത് നമുക്കൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായി. നമ്മൾ ഒരുപാട് കഥകളൊക്കെ തേടി നടന്നു. അപ്പോൾ ഇന്ദുവൻ ചേട്ടനെ എനിക്ക് പരിചയമില്ല, പുള്ളിയുടെ പുസ്തകത്തിലൂടെ എനിക്ക് പുള്ളിയെ പരിചയമുണ്ട്. അപ്പം പുള്ളിയുടെ കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെട്ട് തന്നെ ഒരു 10 വർഷം എടുത്തു. പരിചയപ്പെട്ട് വന്നു, അവിടുന്ന് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. അപ്പം ചേട്ടൻ ആദ്യം മുങ്ങി. അപ്പോൾ ഞാൻ പിന്നെയും വിട്ടില്ല, പറയാ PP അജേഷ്. അപ്പം പുറകെ നടന്ന് ഞങ്ങളുടെ കൊല്ലത്തൊരു ജീവിതം ഉണ്ടായിരുന്നു ചേട്ടാ, ഒന്ന് കേട്ടു നോക്കൂ, എന്നെ ഇഷ്ടപ്പെട്ടാലേ അത് എഴുതൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അപ്പോഴും അനങ്ങിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, കൊല്ലംകാരൻ എഴുതിയാലേ നന്നാവൂ എന്ന് പറഞ്ഞു. അപ്പം ചേട്ടനൊന്ന് ഇളകി. അങ്ങനെ ഞങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇന്ദുവൻ ചേട്ടനിലേക്ക് എത്തി. പിന്നെ ഇപ്പോൾ കോവിഡ് വന്നു. അപ്പം അത് കോവിഡ് വന്നപ്പം ഇന്ദുവൻ ചേട്ടൻ വിട്ടു. അപ്പോൾ എന്നെ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ചോദിച്ചാൽ എനിക്ക് ഇത് എഴുതാൻ പറ്റൂല, ഇത് നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചേട്ടാ, കുഴപ്പമൊന്നുമില്ല. അതിന് പിന്നെ ഇടയ്ക്ക് ചേട്ടാ വാട്സപ്പിൽ മെസ്സേജൊക്കെ ചെല്ലും. അപ്പോൾ ചേട്ടൻ ദിവസം വിളിച്ചിട്ട് ചോദിച്ചാൽ എന്നെ വിട്ടിട്ട് ചോദിച്ചു വേറെ ആരെങ്കിലും നോക്കിക്കോ. അപ്പോൾ ഞാൻ ഇല്ല ചേട്ടാ, അത് ചേട്ടനെ കൊണ്ട് പറ്റും, അത് ചേട്ടൻ എഴുതിയാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു തോട്ട് കിട്ടി, PP അജേഷ് ഇങ്ങനെ സ്വർണ്ണം കൊണ്ടുവന്ന് പയ്യനോടെ പോയി. നമ്മളറിയില്ല, ഞങ്ങളൊന്ന് മുങ്ങിയില്ലേ. അപ്പോൾ അങ്ങനെ ചേട്ടൻ പറഞ്ഞു. അത് ചേട്ടൻ ഒരു ചെറിയ സാധനം എഴുതി എനിക്ക് അയച്ചു തന്നു. അത് ഒരു ആദ്യത്തെ ഒരു ഗൃഹലക്ഷ്മിയിലേക്ക് അത് എടുത്തു പുള്ളി. സ്വർണ്ണം എന്ന പേരിൽ ആഴ്ച അപ്പോൾ ഒരു എപ്പിസോഡ് എനിക്ക് അയച്ചു തന്നു. ഞാനത് വായിച്ച് ഞാൻ ആദ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇങ്ങനെ ചേട്ടൻ അതിനെ കണ്ടോ. അപ്പോൾ അതിൻ്റെ നമ്മുടെ നേരെ ഞാൻ അതുമായിട്ടൊന്ന് കോവിഡ് വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റാത്ത സമയമായിരുന്നു. ഞാൻ നേരെ കാർ എടുത്തിട്ട് എൻ്റെ സിനിമാറ്റോഗ്രാഫർ സാനു ജോൺ വർഗീസായിരുന്നു. പുള്ളി ബോംബെയിൽ നിന്ന് പുള്ളി നാട്ടിലെത്തിയിട്ടുണ്ട്. പുള്ളിയുടെ വീട്ടിലെത്തി, പുള്ളിക്ക് വായിക്കാൻ കൊടുത്തു. ചേട്ടാ അഞ്ചിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സിനിമ ഒന്ന് ചെയ്യണമെന്ന് പറയുന്നു. ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും പുള്ളി എന്നെ വിളിക്കുന്നു, ജോഷി നമ്മൾ ഈ പടം ചെയ്തുകൊള്ളാം. ഒറ്റ എപ്പിസോഡിലാണ് അതിങ്ങനെ സീരിയസ്. അപ്പോഴും എനിക്കറിയത്തില്ല ഇനി എങ്ങോട്ടാണ് അജേഷ് പോകുന്നത്. ആദ്യം പൊന്നുമായിട്ട് പെണ്ണ് പോകുന്ന ഫസ്റ്റ് എപ്പിസോഡ് ഗൃഹലക്ഷ്മിയിൽ എഴുതി നിർത്തി. പിന്നെ രണ്ടാഴ്ച കൊണ്ടാണ് ഇത് കഥ വികസിപ്പിക്കേണ്ടത്. എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ 7 ലക്കം പറഞ്ഞു, 6 ലക്കം ഓടിക്കണം. പിന്നീട് ഓട്ടം അജേഷിന്റെ ഓട്ടോ. പിന്നെ നമ്മളത് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആണ് ഓടിയത്. അങ്ങനെയാണ് ഇപ്പൊ ഈ കഥയുമായിട്ട് നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ കഥയുമായിട്ട് പോകുന്നതോടൊപ്പം തന്നെ ഇവർ അന്ന് തന്നെ ലൊക്കേഷൻ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 4-5 വർഷം മുമ്പേ ഇവരുടെ പണി ഇത് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ജ്യോതിഷ് ഈ സിനിമയുടെ ഇടവേളയിൽ കൊല്ലത്ത് വരികയും മണ്ഡലത്തുരുത്തും ഈ അവിടെ ഇങ്ങോട്ട് താമസിക്കുകയും ഞങ്ങൾ കടലിൻ്റെ തീരത്ത് ഇരവിപുരത്ത് 1 വർഷം ഞങ്ങൾ താമസിച്ചു. കടലിൻ്റെ തീരത്തുള്ള
പെൺകുട്ടിയുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അതാണ് ജ്യോതിഷിൻ്റെ ഒരു അതിൻ്റെ ഒരു പിടിവാശി പി പി അപ്പം അവിടെ തന്നെ ഞങ്ങൾ ഒരു വർഷം അവിടെ നിന്ന് ചെയ്തു. നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾ പിന്നെ ക്യാമറമാൻ സനു ജോണിനെയും വിളിച്ചുകൊണ്ട് ചോദിച്ചു 4-5 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ ഈ കായൽ തീരം അറിയാനാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം മൊത്തം അടയാളപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയും സഞ്ചരിച്ചുകൊണ്ടാണ് കൊല്ലം ഇത്ര ഭംഗിയായിട്ട് ആ സിനിമയ്ക്കകത്ത് അടയാളപ്പെടുത്താനായിട്ട് കഴിഞ്ഞത്. കായലും കടലും തമ്മിലുള്ള ആ ഒരു സാംസ്കാരിക വ്യത്യാസം അത് വന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഓരോ സിനിമകളിലും കൊച്ചിനെ പറ്റിയിട്ട് പാട്ട് കേട്ടിട്ടുണ്ട്, തിരുവനന്തപുരത്തെ പറ്റി പാട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ ടൈറ്റിൽ സോങ് കൊല്ലത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വരുന്നത്. കുറച്ച് അത് നമുക്ക് പാടി തന്നെ ആഘോഷിക്കാം. ആയിക്കോട്ടെ, കൊല്ലം പാട്ട്. അപ്പം ഇനിയുണ്ട് ചെറുപ്പക്കാർ, അവരിവിടെ വരട്ടെ, നമുക്ക് ഒന്നിച്ച് പാടി അത് നമുക്ക് ആഘോഷിക്കാം കൊല്ലത്തെ പാട്ട്. അപ്പൊ ഷെൻലെ സാറിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നേരത്തെ ജ്യോതിഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായി ഈ 4 ചെറുപ്പക്കാരിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ ഇത് ഫൈനലി ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ നിങ്ങൾ അന്ന് ജീവിച്ച ജീവിതമായിട്ടോ ഇതന്ന് ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നല്ലോ, ആ ഒരു താരതമ്യേന നോക്കുകയാണെങ്കിൽ എത്രത്തോളം ആക്യുറേറ്റ് ആയിരുന്നു ബിഗ് സ്ക്രീനിൽ വന്നപ്പോൾ? ശരിക്കും ഇത് ആ ഒരു കാലത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് കഴിഞ്ഞിട്ട് വീണ്ടും വർക്ക് തുടങ്ങുമ്പോൾ വീണ്ടും എല്ലാവരും വീണ്ടും ജോയിൻ ചെയ്യുക അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ നോക്ക്, സ്ക്രിപ്റ്റ് ഡിസ്കഷൻ, യാത്രകൾ, ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് റിയാലിറ്റി ഏതാ ഫിക്ഷൻ ഏതാണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത് കാണുമ്പോഴും സിനിമാ തിയേറ്ററിൽ വന്ന് കാണുമ്പോഴും ഒക്കെ അതേ അനുഭവമാണ്. നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് സാധനം നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഫുള്ള് ഇതിനകത്ത് തന്നെയാണ് വീണ്ടും കിടന്ന് ഇതിനകത്ത് ഈ പറഞ്ഞ പി അജേഷിനെ തിരക്കി പോകുന്ന തന്നെ വീണ്ടും ഇതേ പരിപാടിയല്ലേ ചെയ്യുന്നത്. സാർ, ഇവരൊക്കെ ഇപ്പം സിനിമയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ആർട്ടൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ്. പക്ഷെ സാറ് തികച്ചും വേറെ ഒരു ബാങ്കിങ് മേഖലയിൽ നിന്നാണ് ഇപ്പൊ സിനിമയിലേക്ക് ഇവരോടൊപ്പം കൊളാബറേറ്റ് ചെയ്ത് വരുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഈ ബാങ്കിങ് മേഖലയിൽ നിന്നല്ല ഇവരിലേക്ക് കൊളാബറേറ്റ് ചെയ്യപ്പെട്ടത്, ഇവരിൽ നിന്നും ഞാൻ അതെ, കാരണമുണ്ട്. പുള്ളി ഞങ്ങൾ ആദ്യം 3-4 പേരാ തുടങ്ങുന്നത്. 4-5 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇങ്ങനെ വന്ന് ചേരുകയാണ് ഓരോ കണ്ണികൾ. അപ്പോൾ അവിടെ അങ്ങനെ കൊല്ലത്ത് ലൈബ്രറി വെച്ചിട്ടാണ് സുവർണ്ണൻ മോന്തായത്തിലേക്ക് എത്തുന്നത്. ലൈബ്രറി വന്ന് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ കമ്പനി കൂടി ഇമാര് കൊള്ളാലൂടെ അങ്ങനെ കൂടിയാണ്. ഈ പശതങ്ങളിൽ ചേരുന്ന ചില പശകളുണ്ടല്ലോ, ഈ പശ പിന്നെ വലിക്കാൻ പാടില്ല, അങ്ങനെ തുടങ്ങിയ ബന്ധമാണ്. 95 മുതൽ കൊല്ലം പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഒരു ആക്ടിങ് കോഴ്സ് ഉണ്ടായിരുന്നു, സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ്. അതുമായി ബന്ധപ്പെട്ടവരാണ് ഈ സിനിമയായി ബന്ധപ്പെട്ട മിക്കവാറുള്ളവരെല്ലാം. അതിൽ നിന്നാണ് ഒരു സംഘം കടപ്പാക്കട ലക്ഷ്മി ലോഡ്ജിലേക്ക് പോകുന്നത്. അപ്പൊ ജ്യോതിഷേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി ഇനിയും കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം അവരെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാം. പൊന്മാനിലെ 4-5 ചെറുപ്പക്കാരല്ല, പക്ഷെ കുറച്ചധികം ചെറുപ്പക്കാരുമായിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. അപ്പൊ ജ്യോതിഷേട്ടാ ഇവരെ നമുക്ക് വേണ്ടിട്ട് ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? എല്ലാവരും പരിചയപ്പെടുത്താലോ. ചിരിക്കണം കേട്ടോ, ഹാപ്പിയാണ് ഇവിടെ വേണ്ടത്, അല്ലാതെ മസിൽ പിടിച്ചൊന്നും ആരും ഇരിക്കണ്ട. പിന്നെ അപ്പം നമ്മൾ പൊന്മൻ 4-5 ചെറുപ്പക്കാരെന്ന് പറഞ്ഞാലും ഒരു പറ്റം ചെറുപ്പക്കാരുടെ വികാരങ്ങളുടെ ഒരു ഇതാണ് ഇന്ദു ചേട്ടൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറിച്ചെടുത്ത 4-5 ചെറുപ്പക്കാർ, അതാണ് പൊന്മാൻ. അപ്പോൾ പൊന്മാൻ വിജയരായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് വിക്രമൻ നായർ മറ്റേ സ്വന്തമായിട്ട് നാടക സമിതി ഉണ്ടായിരുന്ന ഒരാളാണ്. അന്ന് ഞങ്ങൾ ദാരിദ്ര്യ, പുള്ളി മുതലാളിയായിരുന്നു. അങ്ങനെ നമ്മുടെ റൂമിൻ്റെ അവിടെ വരും. ആ സമയത്തൊക്കെ പുള്ളി വലിയ മുതലാളിയാണ്. ഞങ്ങളെയൊക്കെ പേടിപ്പിക്കുന്ന ആളായിരുന്നു. പുള്ളി നാടക സമിതി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഗൾഫിൽ പോയി തിരിച്ചു വന്നിട്ട് എൻ്റെ കൂടെ ഞാൻ ചെയ്ത 30-35 സിനിമയുടെ അസോസിയേറ്റ് ആർട്ട് ഡയറക്ടറായിരുന്നു പുള്ളി. തിരിച്ചിപ്പം പുള്ളി ഇപ്പോൾ 1 വർഷത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ്. നല്ല ആക്ടറാണ്. ഛായാമുഖി എന്ന് പറയുന്ന മോഹൻലാലൊക്കെ പ്രകാശ് കലാചന്ദ്രൻ ചെയ്തൊരു നാടകം ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ വേഷങ്ങളിൽ അഭിനയിച്ച ഒരാളാണ്. അത് പിന്നെ മോഹൻലാലും മുകേഷും ഒക്കെ നാടകം ചെയ്തു. ഛായാമുഖി എന്നും പറഞ്ഞ് പ്രശാന്ത് നാരായണൻ അതിൽ മെയിൻ വേഷം ആദ്യം ചെയ്ത ഒരാളാണ്. സിനിമയിലൊക്കെ ഒരുപാട് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജോസഫിലൊരു വേഷമുണ്ട്, പക്ഷേ പൊന്മാനിലില്ല. അത് പൊന്മാനി കൊടുക്കാൻ പറ്റിയ വേഷമില്ലായിരുന്നു. അതാണ് വിക്രമൻ നായർ. എന്നാൽ നമ്മുടെ എല്ലാ കാലത്തും നമ്മളോട് ഉണ്ടായിരുന്ന ഒരു 4-5 ചെറുപ്പക്കാരിൽ ഒരാളാണ്. പിന്നെ ഷൈജു ക്യാമ്പസ് സിനിമ ആദ്യമായിട്ട് ചെയ്ത ഡയറക്ടറാണ്. ക്യാമ്പസിൽ ആദ്യത്തെ ക്യാമ്പസ് സിനിമ ഷൈജുവിൻ്റെയാണ്. ഫാത്തിമ കോളേജിൽ. അതിൻ്റെ പേരെന്തായിരുന്നു? ഹൃദയജാലകത്തിലൂടെ. ഇപ്പോൾ സിനിമ അഭിനയവും പിന്നെ സ്വന്തമായിട്ട് പുള്ളിക്ക് ഒരു ചാനലൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രവർത്തനവും ഒക്കെ ആയിട്ട്
ഇങ്ങനെ നമ്മുടെ ഈ സിനിമയിൽ തന്നെ സജീവമായി നിൽക്കുന്ന ഒരാളാണ് ഷൈജു. കൊല്ലംകാരനാണ്. ഇവരെല്ലാം കൊല്ലംകാരനാണ്, ഞാൻ കൊല്ലംകാരനല്ല. ഇത് ബാസ്റ്റിൻ ജോൺ, ഇദ്ദേഹമാണ് നമ്മുടെ സിനിമയിലെ ബാസ്റ്റിൻ. ഇദ്ദേഹത്തിന്റെ കൈവെള്ളയിലാണ് കൊല്ലം ഇരിക്കുന്നത്, കൊല്ലം നഗരം. ഈ കഥ ഉണ്ടാക്കിയത് മൊത്തം എല്ലാം അപ്പം ബാസ്റ്റിൻ അജേഷിനെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അറിയില്ലായിരുന്നു. ഈ ബാസ്റ്റിൻ അറിയാവോ ഞങ്ങൾ ചോദിച്ചാൽ അജേഷിനെ എവിടെയോ ഒരു ചിന്ത ഉണ്ടടിയ, പക്ഷേ എവിടാന്ന് അറിയത്തില്ലടേ. അതിനുശേഷം പിന്നെ അജേഷിനെ കണ്ടിട്ടേ ഇല്ല. ബാസ്റ്റിൻ ഒരാളിനെ ഒരു പ്രാവശ്യം കാണത്തുള്ളൂ. ബാസ്റ്റിൻ ഗവൺമെന്റ്, ഞങ്ങളുടെ കൂടുതൽ ആദ്യ ഗവൺമെന്റ് ഉദ്യോഗം കിട്ടുന്ന ഇദ്ദേഹത്തിനാണ്. ബാസ്റ്റിൻ ആരെയും കാണാൻ പോകുന്നില്ല, ബാസ്റ്റിനെയാണ് എല്ലാവരും വന്ന് കാണുന്നത്. സർക്കാർ ജോലി ഉള്ളത് കൊണ്ട് ബാസ്റ്റിന് KSEB വലിയ പോസ്റ്റിലാണെന്ന് പറയുന്നത്. വലിയ പോസ്റ്റിലാണെന്ന് നിങ്ങൾ ലൈൻമാൻ ആണെന്ന് വിചാരിക്കുന്നത്. ലൈൻമാൻ മോശമായിട്ടല്ല. പിന്നെ ബാസ്റ്റിൻ നല്ല ഗസൽ ഗായകനൂടാണ്, പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം നമ്മൾ കൂടുതലുണ്ടായിരുന്ന ഓരോരുത്തരും ഓരോരോ മേഖലകൾ, എല്ലാം കല തന്നെയാണ്, എല്ലാവരും കലാമേഖല തന്നെയാണ്. ഇത് ഉല്ലാസ് കൂർ, പുള്ളി കലാകാരനാണ്. പുള്ളി കുന്നത്തൂർ മണ്ഡലത്തിൽ ഇലക്ഷന് മത്സരിച്ച് കഴിഞ്ഞ വർഷം പരാജയപ്പെട്ടു. ഈ വർഷം ജയിക്കും. ഈ വർഷം പൊന്മാനോ, ഈ വർഷത്തെ പൊന്മാൻ കുന്നത്തൂർ മണ്ഡലത്തിലെ ഉല്ലാസാണ്. അത് ഉല്ലാസ് ഈ വർഷം ജയിക്കും. കാരണം വെച്ചാൽ അതുപോലെ ഉല്ലാസ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. കുന്നത്തൂരിന്റെ പൊന്മാനായി മാറട്ടെ ഉല്ലാസ്. ഉല്ലാസ് സംസാരിക്കണം, ഞാൻ പറയും. അത് മുരളി ഞങ്ങളുടെ ബിവറേജാ. കാരണം വെച്ചാല് ബിവറേജിലാണ് പുള്ളിക്ക് ജോലി. മുരളിക്ക് വേണ്ടി മുരളിയുടെ സ്ഥാപനത്തിന് വേണ്ടി ഞങ്ങളുടെ ഡയലോഗ് എഴുതി ചേർത്തിട്ടുണ്ട്. ഒരാള് വാറ്റുമായിട്ട് വരും പറഞ്ഞത് പറ്റില്ല, ഇത് നിന്ന് വാങ്ങിച്ചാൽ മതി എന്ന് PP അജേഷ് ബേസിൽ പറയുന്നുണ്ട്. എങ്കിലേ കിട്ടുന്ന കുത്തിനും അല്ലേ, കിട്ടുന്ന കുത്തിനും അപ്പൊ അപ്പോഴേ അടിക്കുന്നതിന്റെ കിട്ടുന്ന കുത്തിന്റെ കണക്കറിയുള്ളൂ. അടിക്കുന്നതിന്റെ കണക്കും കിട്ടുന്ന കുത്തിനും ഒക്കെ ഒരു കണക്കുള്ളൂ. പോയി ക്യൂ. അതുപോലെ തന്നെ ബിവറേജസിൽ ഒരു ജോലി ഞങ്ങൾ ഷൂട്ട് ചെയ്തായിരുന്നു. ഞങ്ങളുടെ അവിടെ ബിവറേജസിൽ മന്നതും ജോലി ഷൂട്ട് ചെയ്തായിരുന്നു. അത് എഡിറ്റർ കട്ട് ചെയ്ത് കളഞ്ഞു. ബാസ്റ്റിൻ ചേട്ടൻ റിയൽ ലൈഫിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി എന്നുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഹോട്ടൽ മുറിയിലേക്ക് പറയാം, നമുക്ക് കുറച്ച് ദിവസം ഇവനെ കൊണ്ട് ജീവിക്കാം. ശരിക്കും അന്ന് പറഞ്ഞ ഡയലോഗാണോ രാജേട്ടാ ഇത്? അപ്പം ഇപ്പം സാർ ഒരുപാട് ബുക്സ് സാറിൻ്റെ സിനിമയാക്കിയിട്ടുണ്ട്. ഇപ്പം ഒരു മറ്റേ കാപ്പ, അതുപോലെ തന്നെ തെക്കൻ തല്ലുകേസ് ഒക്കെ ഒരുപാട് സിനിമകളാക്കിയിട്ടുണ്ട്. അപ്പം ഇവരുടെ ഇതേപോലുള്ള കളർഫുൾ ആയിട്ടുള്ള ജീവിതാനുഭവങ്ങൾ കേൾക്കുകയാണ്. ഇത് ബുക്കാക്കി, പിന്നീട് ഇത് സിനിമയാക്കാനായിട്ടുണ്ടായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ? അല്ല, സിനിമയെന്ന് വെച്ചാൽ ഞാൻ ആ പുസ്തകത്തിൻ്റെ അവസാനം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ജ്യോതിഷി തെളിച്ച വെളിച്ചം എന്ന് പറഞ്ഞ രീതിയിലാണ് എൻ്റെ അവസാനം പറഞ്ഞത്. ഇത് ജ്യോതിഷിന് വേണ്ടി നിർമ്മിച്ച്, ജ്യോതിഷനല്ലാതെ വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. ജ്യോതിഷി എൻ്റെ പുറകെ നടന്ന് എഴുതിപ്പിച്ചുണ്ടാക്കിയ ഒരു കഥയാണ്. എൻ്റെ നോവലുകൾ ഇത്രയും പേര്, വലിയ സംവിധായകരും ആൾക്കാരും എല്ലാം ചോദിച്ചു വന്ന കഥ. അടുത്തത് കഥ വായിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, അതൊരു സിനിമയാക്കാൻ പറ്റുന്നിടത്ത കഥയാണ്. ഇത് ജ്യോതിഷിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയാണ്. അതിന് മാത്രമല്ല, ഇത് ഞാൻ ആ സമയത്ത് ജോലിയിൽ നിന്ന് ഇറങ്ങി സ്വതന്ത്രമായിട്ട് പിന്നെ എഴുതി ജീവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയം. ഞാനൊരു 10-22 വർഷം കൊല്ലത്ത് നിന്ന് വിട്ടു നിന്നൊരു കാലഘട്ടം. അന്ന് ഇവരെയൊക്കെ എനിക്കറിയാം. ഞാൻ അന്ന് 94-ലൊക്കെ 95-ലെല്ലാം പബ്ലിക് ലൈബ്രറിയിൽ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ എനിക്കറിയാം, ഇവരുടെ ഇതല്ലേ കേട്ടുകേൾവികളുള്ള ചില ആൾക്കാരെ കുറിച്ച് കേട്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ ജോലിയിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് ജ്യോതിഷിങ്ങനെ വന്നൊരു കൊല്ലംകാരൻ എഴുതിയാലേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ, കൊല്ലം എൻ്റെ നഷ്ടപ്പെട്ടു പോയ കൊല്ലം ഒന്ന് തിരിച്ചു പിടിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ ജ്യോതിഷിൻ്റെ കൂടെ സഞ്ചരിച്ചു തുടങ്ങി. എറണാകുളത്ത് പിന്നെ രാജേഷ് ശർമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ഇത് കുറിച്ചെടുത്ത് വേറൊരു നോവൽ മൊത്തം ഇവരുടെ കഥ എഴുതി വെച്ചു. അതിൽ നിന്നാണ് നിർണായകമായൊരു സമയത്ത് പിന്നെയും വായിച്ചപ്പോഴത്തേക്കെന്നാണ് ഈ അജേഷ് ഇളകി. അങ്ങനെ ഒരു വലിയ പ്രോസസ്സ് ഇതിൻ്റെ പിന്നിലെ 4-5 വർഷം ഇവരുടെ ഒരു അലച്ചിലുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു വെച്ചു. ഞങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും അടുത്ത് വന്ന് ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ, അതായത് ഞങ്ങളിൽ എന്തൊക്കെയാണ്. കാരണം ഇത്ര മാത്രം ഈ നോവൽ ഞങ്ങളെ, ഇല്ലെങ്കിൽ ഈ സിനിമ നമ്മളെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക്. കാരണം ഞങ്ങൾ അവിടേക്കും ഉണ്ട് അതിൽ.
നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രാജേട്ടൻ ഇപ്പം ഇവരെല്ലാവരെയും നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്, പക്ഷേ രാജേട്ടനെ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് സിനിമകളിലൂടെയും തിയേറ്റർ വർക്സിലൂടെയൊക്കെ കണ്ടിട്ടുള്ള ഒരു നടനാണ്. അപ്പം ദീപകേട്ടനും ഒരു നടനാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും റിയൽ ലൈഫ് ക്യാരക്ടറും റിയൽ ലൈഫ് ക്യാരക്ടറും. ദീപകേട്ടൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഈ ഒരു വേഷം ചെയ്തതിന് ശേഷം? ഇല്ല, ഒന്നാമത് ഇത് ജ്യോതിഷിൻ്റെ പ്രോജക്റ്റാണ്. ജ്യോതിഷ് എങ്ങനെയായിരുന്നു നമ്മളെ കണ്ടിരുന്നത്. ഇപ്പോൾ ജ്യോതിഷിന് വേണമെന്നുണ്ടെങ്കിൽ ഇയാൾ കയറി ഇത് അഭിനയിക്ക് എന്ന് പറയാം. അപ്പം ഞാൻ ചോദിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാടോ എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരാടെ എന്ന് പറഞ്ഞു. പിന്നെ എന്നെ സംബന്ധിച്ച് ആ ക്യാരക്ടർ ഞാൻ നടനെന്ന് ഞാനും ഒരു കോമ്പിനേഷൻ അതിനകത്ത് വരുന്നുണ്ട്. ആ കുരിശിൻ്റെ അവിടെ അത് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പൊ ഉല്ലാസേട്ടാ, ഇവരെല്ലാരും ഞാൻ നേരത്തെ ബാങ്കിങ്ങിന്റെ കാര്യം ചോദിക്കണ്ടായി. അതേപോലെ ഈ ഒരു കലാ ഫീൽഡുമായിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നിട്ട് ഇപ്പം ഒരു പൊളിറ്റീഷ്യനാണ്. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു ട്രാൻസ്ഫർ നടന്നത്? ഞങ്ങളൊരു 2010 വരെ നല്ല രീതിയിൽ മോന്തായം എന്നുള്ള രൂപത്തിൽ നടക്കാൻ. അതിനുശേഷം നമ്മൾ പിന്നെ അസിസ്റ്റന്റ് പ്രൊഡ്യൂസറായിട്ട് ദീർഘകാലം ജോലി ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ 2013 ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറായി കുറേ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു രാഷ്ട്രീയ മാറ്റം കൊല്ലത്തുണ്ടാവുകയും RSP LDF വിട്ട് UDF പോവുകയും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കസിൻ തന്നെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA. അപ്പോൾ അദ്ദേഹത്തിനെതിരെ മത്സരിപ്പിക്കാനായി ഒരു ബഹുമുഖ പ്രതിഭയായ എന്നെ കണ്ടെത്തുകയാണ്. എല്ലാ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകൾക്കും എൻ്റെ പിന്നിൽ ബാക്കപ്പായി മോന്തായം ഉണ്ട്. അത് മോന്തായത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമില്ല, പക്ഷേ സുഹൃത്തെന്നുള്ള നിലയിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള സഹായവും എൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ ഇന്നും അന്നും ഉണ്ടായി. നമ്മൾ ഈ റൂമിലുണ്ടായിരുന്ന കാലം മുതൽ ഞങ്ങൾ ഈ റൂമിലേക്ക് എന്ത് പ്രശ്നം വന്നാലും ഏത് വൃത്തിയിട്ടന്മാർ വന്നാലും എല്ലാം ജ്യോതിഷിൻ്റെ അടുത്താണ് എല്ലാം എത്തിപ്പെടുന്നത്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിക്കണമെങ്കിൽ ശർമ്മയും വേണം, മനസ്സിലായി? എല്ലാ വള്ളികളും എടുക്കുന്നത് ഇവർ രണ്ടുപേരുമാണ് എൻ്റെ മെയിൻ ആൾക്കാർ. അതിൻ്റെ ഈ വന്ന് ചേരുന്ന കാനായി സാർ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. ഈ മറ്റെല്ലാം കൂടെ വന്ന് ചേരുന്ന ഇപ്പം ചിത്രകാരന്മാർ, ശില്പികൾ, നാടൻപാട്ടുകാർ, എഴുത്തുകാർ, നാടകപ്രവർത്തകർ, അങ്ങനെ എല്ലാ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ളൊരു കൂടിച്ചേരുന്ന കൂട്ടായ്മയാണ് സാർ ഉദ്ദേശിച്ചത്. ഇതിലൊരു പെൺതരിയുണ്ട്, അത് പറയാൻ മറന്നുപോയതാണ്. മോത്തിക്ക് ഇന്ന് വേറൊരു ദൃശ്യമാധ്യമത്തിൽ ന്യൂസ് റീഡർ ആയതുകൊണ്ട് ന്യൂസ് വായിക്കണം എന്നുള്ളതുകൊണ്ടാണ് വരാതിരുന്നത്. അതെ, അതാണ് ഇന്ദുചേട്ടൻ പറഞ്ഞത് 1000 ആങ്ങളമാരിലുള്ള പ്രസ്ഥാനമാടാ എന്ന് പറയുന്നത്. അത് മോത്തിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു പെൺതരിയും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു സ്പെഷ്യാലിറ്റി. എന്തായാലും ഈ മോന്തായം എന്ന് നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാലും അതിനുശേഷം നിങ്ങളുടെ ഒരു കോംപ്രമൈസ് ലാംഗ്വേജ് എന്താ പറയുക? വേറെണ്ണം അടിക്കാം. അത് കൊല്ലക്കാരുടെ സാധനമാണ്. ഇത് കഴിഞ്ഞാൽ പോയി രണ്ടടിക്കുക. അപ്പം നേരത്തെ ബാക്കി വെച്ച ആ ഒരു കൊല്ലം പാട്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടിത്തരുമോ? അവരെയും കൂടെ ഇൻവൈറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ബാക്കിയുള്ളവരെയും വിളിക്കാം അല്ലേ? ശരി ശരി റെഡി. പിടിച്ചോണം. റെഡി 1 2 പിടിച്ചോ. ഒരു നോട്ടപ്പശ കൊണ്ടേ അലമ്പോടലമ്പെങ്കിലും കണ്ടോടാ ഇല്ലം കാണണ്ട, കൊല്ലം കണ്ടോടാ ഇല്ലം കാണണ്ട. സെല്ലുലോയിഡ് ഇത്രയും എൻജോയ് ചെയ്ത് ഞാൻ എടുത്തിരിക്കേണ്ട ഒരു ഇന്റർവ്യൂ ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമാണ്. അത്രയും ഓണാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊല്ലം ഗ്യാങ്. 4-5 ചെറുപ്പക്കാരല്ല, ഒരു കൂട്ടം ചെറുപ്പക്കാർ. അപ്പോൾ കൂടുതൽ സിനിമാ വിശേഷങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് സെല്ലുലോയിഡിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നിങ്ങൾ പൊന്മാൻ കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് എല്ലാം പൊന്മാന്മാരാ. അപ്പം നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudhir, signing out from Celluloid. Bye.